എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഈ ആഴ്ചയിൽ നടക്കുന്ന IPC ജനറൽ ഇലക്ഷനോടുള്ള ബന്ധത്തിൽ നടക്കുന്ന ചർച്ചകളിൽ ആഭരണം ഒരു വിഷയമായി വന്നിരിക്കുന്നതുകൊണ്ട് കഴിഞ്ഞ അനേക വർഷങ്ങളായിട്ട് അതിനെക്കുറിച്ച് ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്തിട്ടുള്ള ഒരു പെന്തക്കോസ്തുകാരൻ എന്നുള്ള നിലയിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളതായ കാര്യങ്ങൾ ഇവിടെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ എനിക്ക് താല്പര്യമുണ്ട്. ഇന്നേക്ക് 42 വർഷം മുമ്പ് അമേരിക്കയിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം ഭാഗ്യം ലഭിച്ച ഒരു മലയാളി യുവാവാണ് ഞാൻ. വളരെ ചെറുപ്രായത്തിലെ ഭാരതത്തിൽ ഒരു പാവപ്പെട്ട കുടുംബത്തിൽ ജനിച്ചു വളർന്നെങ്കിലും ഇവിടേക്ക് കടന്നു വരുവാൻ ദൈവം വഴിയൊരുക്കി. അതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്നാൽ കേരളത്തിൽ റാന്നിക്കടുത്ത് ഉള്ള ഒരു ഗ്രാമീണ IPC സഭയിൽ ജനിച്ചു വളർന്ന ഞാൻ, ആ ചിന്താഗതികളോടുകൂടെ ഈ രാജ്യത്തേക്ക് കടന്നു വന്ന ഞാൻ, ഇവിടെ വന്നപ്പോൾ ആദ്യമായിട്ട് ജോലി ചെയ്യുവാൻ തക്കവണ്ണം അവസരം ലഭിച്ചത് യഹൂദന്മാരുടെ ഒരു സ്ഥാപനത്തിലാണ്. ആ യഹൂദന്മാരുടെ സ്ഥാപനത്തിൽ ചെന്നപ്പോൾ ധാരാളം പ്രായമുള്ളവർ തൊട്ട് ചെറുപ്പക്കാർ വരെയുള്ള യഹൂദന്മാരായ പുരുഷന്മാരെയും സ്ത്രീകളെയും കാണുവാൻ തക്കമായിട്ട് മാറി. കാരണം ഭാരതത്തിൽ വെച്ച് ഇസ്രായേൽ മക്കൾ അന്നു മുതൽ ആഭരണം ധരിച്ചില്ല എന്നുള്ള ആ വാക്ക് ആഭരണധാരണത്തിനെതിരായിട്ട് ശക്തമായിട്ട് ഉപയോഗിക്കുന്നത് കേട്ട്, പുറപ്പാട് പുസ്തകത്തിലെ ആ വാക്യം കേട്ട് വളർന്നു വന്ന എനിക്ക് ഇവിടെ വന്ന് പെന്തക്കോസ്തുകാർ ആഭരണം ധരിക്കുന്നത് കണ്ടപ്പോൾ വലിയ പ്രയാസമായി. അതുകൊണ്ട് ചില ദിവസങ്ങൾ ഞാൻ മൗനമായിട്ടിട്ട് ഒരു ദിവസം ഞാൻ ധൈര്യം സംഭരിച്ച് ഒരാടരികെ ചെന്ന് ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ട് ആഭരണം ധരിക്കുന്നു, എന്തുകൊണ്ടായിക്കൂടാ എന്നുള്ളതായിരുന്നു എടുത്ത വായിലെ അയാൾ ചോദിച്ച ചോദ്യം. ഞാൻ വീണ്ടും അവരോട് ആ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ പുരുഷന്മാരോട് മാത്രമല്ല സ്ത്രീകളോടും ചെന്ന് ചോദിച്ചു. അപ്പോൾ അവരെന്നോട് എന്തുകൊണ്ടാണ് നീ നിങ്ങളോട് വന്നിങ്ങനെ ചോദിക്കുന്നത്? അപ്പം ഞാൻ അവരോട് പറഞ്ഞു, പുറപ്പാട് പുസ്തകത്തിൽ ഇങ്ങനൊരു വാക്യമുണ്ടല്ലോ, ഇസ്രായേൽ മക്കൾ ആഭരണങ്ങൾ ഊരി കാളക്കുട്ടിയെ ഉണ്ടാക്കി അഹരോൻ അതിനെ കൊണ്ട് പർവ്വതത്തിൽ നിന്നിറങ്ങി വന്നപ്പോൾ മോശ ആ കാളക്കുട്ടിയെ പൊടിച്ച് വെള്ളമാക്കി അത് എല്ലാവരെയും കുടിപ്പിച്ച കാര്യം അന്ന് മുതൽ ഇസ്രായേൽ മക്കൾ ആവണം ധരിച്ചില്ലെന്ന് നിങ്ങളുടെ പുസ്തകത്തിലും പറയുന്നുണ്ടല്ലോ, തോറായിലുണ്ടല്ലോ കാര്യം. അപ്പോൾ അവരെന്നോട് ഞങ്ങൾ ആരും ഇങ്ങനെ കേട്ടിട്ടില്ല, ഞങ്ങളുടെ റബിമാരും ഞങ്ങളോട് അങ്ങനെ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഞങ്ങളുടെ റബി വരുമ്പോൾ ശനിയാഴ്ച ദിവസം റബിയോട് ചോദിക്കാൻ പറഞ്ഞു. അപ്പോൾ ശനിയാഴ്ച ദിവസം റബി വരാൻ വേണ്ടി ഞാൻ കാത്തിരുന്നു. ശനിയാഴ്ച റബി വന്നപ്പോൾ ഞാൻ റബിയോട് ചെന്ന് ഇതേ ചോദ്യം തന്നെ ചോദിച്ചുടനെ ആ റബി എനിക്ക് അല്പസമയം ചിന്തിച്ച ശേഷം ഒരു മറുപടി പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ മറുപടി ഇതാണ്: ഈ കാലത്ത് ഞങ്ങൾ അങ്ങനെ പഠിപ്പിക്കുന്നില്ല, തോറായിൽ അങ്ങനെ ഉണ്ടെന്നുള്ളത് ശരിയാണ്, എന്നാൽ ഞങ്ങൾ ഈ കാലത്ത് പഠിപ്പിക്കുന്നില്ല. കാരണം ഇന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു, മോശ ഇസ്രായേൽ മക്കളോട് അവരുടെ ആഭരണങ്ങളെല്ലാം ഉപേക്ഷിക്കാൻ തക്കവണ്ണം ദൈവസന്നിധിയിൽ അനുതാപത്തിൻ്റെ അടയാളമായിട്ട് ഉപേക്ഷിക്കാൻ തക്കവണ്ണം ആവശ്യപ്പെട്ടതിൻ്റെ കാരണം മിസ്രൈമിൽ നിന്ന് അവർ കടന്നു വന്നതാണ്. മിസ്രൈമിൽ കൊടുത്ത ആഭരണങ്ങളാണ് അവർക്കുണ്ടായിരുന്നത്. ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ അടിമകളായിരുന്നല്ലോ. അവർ പോരുമ്പോൾ ദൈവം കൊടുത്ത വ്യവസ്ഥ പ്രകാരം അവരുടെ അയൽവക്കക്കാരോട് അവർ ആഭരണങ്ങൾ ചോദിക്കുകയും അവരോട് മനസ്സലിവ് തോന്നി അവർ കൊടുത്ത ആഭരണങ്ങളാണ് ഇവരുടെ എല്ലാം ദേഹത്തുണ്ടായിരുന്നത്. മിസ്രൈമിയർ പ്രാചീന കാലത്ത് ആഭരണങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഒന്നുകിൽ അതിനെ പാമ്പിൻ്റെ രൂപത്തിലുണ്ടാക്കുക, കഴുത്തിടുന്ന മാലയാണെങ്കിൽ പാമ്പിൻ്റെ രൂപത്തിൽ ഒരറ്റം തലയായിട്ടും മറ്റേ അറ്റം വാലായിട്ടും തനക്കത്തരിയിൽ പാമ്പിൻ്റെ രൂപത്തിലാണ് ആഭരണം ഉണ്ടാക്കിയിരുന്നത്. മോതിരങ്ങൾ ഉണ്ടാക്കുമ്പോൾ പോലും അവയിൽ എന്തെങ്കിലും അവർ ദൈവങ്ങളായിട്ട് കരുതിയിരുന്ന രൂപങ്ങളെ കൊത്തിവയ്ക്കുമായിരുന്നു. അപ്പോൾ ആ അർത്ഥത്തിൽ ആഭരണം വിഗ്രഹാരാധനയുടെ ഭാഗമായിരുന്നു. അതുകൊണ്ടാണ് മോശ അതെല്ലാം ഊരി വെക്കുവാൻ തക്കവണ്ണം അന്ന് ഇസ്രായേൽ മക്കളോട് ആവശ്യപ്പെട്ടത്. അത് അപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചൊരു ചോദ്യം, അന്ന് മുതൽ ഇസ്രായേൽ മക്കൾ ആവരണം ധരിച്ചില്ല എന്ന് അതിൻ്റെ താഴെ പറഞ്ഞേക്കുന്ന വാക്യം അവിടെ മരുഭൂമി യാത്രാകാലത്തേക്ക് മാത്രമായിരുന്നു. എന്നാൽ അവർ ഒരിക്കൽ പോലും പിന്നീട് ആഭരണം ധരിച്ചില്ലെങ്കിൽ ദാവീദിൻ്റെ കാലത്ത് ശലോമോൻ്റെ ദേവാലയം പണിയുവാൻ തക്കവണ്ണം നിങ്ങളെല്ലാവരും സ്വർണവും വെള്ളിയും കൊണ്ടുവരുവാൻ പറഞ്ഞപ്പോൾ കുന്നുകണക്കിന് സ്വർണവും വെള്ളിയും കൊണ്ടുവരുവാൻ അവർക്ക് എവിടെ നിന്ന് ലഭിച്ചു എന്നുള്ളതാണ് അദ്ദേഹം ചോദിച്ച ചോദ്യം. ആ ചോദ്യത്തിൻ്റെ എനിക്ക് വളരെ ചിന്തിക്കേണ്ടതായിട്ട് വന്നു. അന്ന് എനിക്ക് 21-22 വയസ്സേ ഉള്ളൂ. ഞാനത് വീട്ടിൽ പോയി വളരെ ചിന്തിച്ചു. ആ മനുഷ്യൻ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് വളരെ ചിന്തിച്ചു കഴിഞ്ഞപ്പോൾ ആ മനുഷ്യൻ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ സത്യമാണ് എന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് അന്ന് മുതൽ തന്നെ ഈ ആഭരണധാരണത്തോടുള്ള ബന്ധത്തിൽ
എൻ്റെ ചിന്തകൾക്ക് മാറ്റം വന്നിരുന്നു. എന്നാൽ പെന്തക്കോസ്തുകാരനായ ഞാൻ അതിനെക്കുറിച്ച് പരസ്യമായിട്ട് വാദിക്കാൻ പോവുകയോ ആരോടെങ്കിലും വാദപ്രതിവാദത്തിൽ ഏർപ്പെടുകയോ ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. ചില നാളുകൾക്ക് ശേഷം ദൈവം എന്നെ സുവിശേഷവേലയ്ക്ക് വേണ്ടി വിളിച്ച് ഞാൻ സുവിശേഷവേലയിൽ മുമ്പോട്ട് വരുന്ന സമയത്ത് ദൈവം ആദ്യമായിട്ട് ഇവിടെ യുവജനങ്ങളുടെ ഇടയിലാണ് ഞാൻ പ്രവർത്തിക്കാൻ തുടങ്ങിയത്. പെന്തക്കോസ് യുവജന സംഘടന PYFA, പെന്തക്കോസ്റ്റൽ യൂത്ത് ഫെലോഷിപ്പ് ഓഫ് അമേരിക്ക എന്ന് പറയുന്ന യുവജന സംഘടന ഉണ്ടാക്കുവാൻ തക്കവണ്ണം ദൈവം എന്നെ കരങ്ങളെടുത്ത് ഉപയോഗിച്ചു. അതുമൂലം ന്യൂയോർക്കിൽ മാത്രമല്ല അനേക പട്ടണങ്ങളിൽ പോയി പെന്തക്കോസ്റ്റ് യുവജനങ്ങളോട് സംസാരിക്കാനൊക്കെ ദൈവം അവസരങ്ങൾ ഒരുക്കി. ആ സമയത്തൊന്നും ഞാനിതൊരു വാദപ്രതിവാദ വിഷയമാക്കി മാറ്റാൻ തക്കവണ്ണം ശ്രമിച്ചിട്ടില്ല, ആരോടും വാദിക്കാൻ പോയിട്ടുമില്ല. എങ്കിലും എൻ്റെ ഹൃദയത്തിൽ എനിക്കറിയാമായിരുന്നു നമ്മൾ പറയുന്ന വാദഗതികൾ പൂർണ്ണമായിട്ടും ശരിയല്ലല്ലോ എന്ന്. അത് കഴിഞ്ഞ് ഞാൻ സുവിശേഷവേലയിലേക്ക് വന്നു. IPCയിലെ ഒരു പാസ്റ്ററായിട്ട് 89 ഞാൻ ഓർഡെയിൻ ചെയ്യപ്പെട്ടു. അത് കഴിഞ്ഞ് ഒരു IPC ചർച്ച് ഇവിടെ ന്യൂയോർക്കിൽ ഞാൻ ആരംഭിച്ചപ്പോഴും ഈ ഒരു വിഷയം ഞങ്ങൾ ഒരു വാദപ്രതിവാദ വിഷയമായിട്ട് എടുത്തിട്ടില്ല. എന്നാൽ ആദ്യം മുതൽ തന്നെ ആഭരണം ധരിച്ച ആരെങ്കിലും തിരുവത്താഴത്തിൽ പങ്കെടുത്താൽ അതൊന്നും അവരെ വിലക്കണ്ട എന്നുള്ള ഒരു നിലപാട് ഞാൻ എൻ്റെ സഭയുള്ളവരോട് പറഞ്ഞിരുന്നു. കാരണം അത് തിരുവത്താഴം എടുക്കുന്ന ഒരു അടിസ്ഥാന ഘടകമായിട്ട് അതിരിക്കുന്നില്ല, ദൈവത്തിനും അതിലങ്ങനെ ഒരു പഠിപ്പിക്കുകയില്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതിനെക്കുറിച്ച് ഞാൻ അല്പം കൂടെ വിശദമായിട്ട് അല്പം കഴിയുമ്പോൾ പറയാം. എന്നാൽ ആ കാലത്ത് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു വ്യത്യാസം എന്ന് ചോദിച്ചാൽ, ഇവിടെ വന്ന എന്നേക്കാൾ അന്ന് എൻ്റെ അപ്പൻ്റെ സ്ഥാനത്ത് പ്രായമുണ്ടായിരുന്ന അനേക ദൈവദാസന്മാരുമായിട്ട് അടുത്തിടപഴകാനും അടുത്ത് സംസാരിക്കുവാനും അവരോടൊപ്പം പ്രവർത്തിക്കാനും എല്ലാം ദൈവം എനിക്ക് അവസരങ്ങളെ ആ നാളുകളിൽ തന്നു. അവരുമായിട്ടൊക്കെ ഞാൻ വ്യക്തിപരമായിട്ട് സംസാരിക്കുമ്പോൾ ഞാനൊരു കാര്യം മനസ്സിലാക്കി. അവരിൽ ചുരുക്കം ചിലർ ഭാരതത്തിൽ, കേരളത്തിൽ നമ്മളിന്ന് പഠിപ്പിക്കുന്ന പോലെ തന്നെ പെന്തക്കോസ്തുകാർ യാതൊരണവശാലും ആഭരണം ധരിക്കാൻ പാടില്ല. ആഭരണം എന്ന് പറയുന്നത് വിഗ്രഹാരാധനയുടെ ഭാഗമാണ് എന്ന് ശക്തമായിട്ട് പഠിപ്പിക്കുന്നവർ ഇവിടെ ഉണ്ടായിരുന്നു. എന്നാൽ ഭൂരിഭാഗം പേരും അങ്ങനെ ഒരു വിഷയത്തിൽ ശക്തമായ ഒരു പഠിപ്പിക്കുക ഇല്ലായിരുന്നു. അവർക്കെല്ലാം വ്യക്തമായിട്ട് അന്നേ അറിയാമായിരുന്നു ഇതൊരു ഉപദേശ വിഷയമായിട്ട് നമുക്ക് സ്ഥാപിക്കാൻ ഒക്കുന്നൊരു കാര്യമല്ല എന്നറിയാമായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നു. ആ സമയങ്ങളിൽ ഇവിടെ ഉണ്ടായിരുന്ന പാസ്റ്റർ EJ ഉമ്മൻ എന്ന് പറയുന്ന ഒരു ദൈവത്തിൻ്റെ ദാസൻ, ഇപ്പോൾ അദ്ദേഹം നിത്യത്തിൽ വിശ്രമിക്കുന്നു. ആ അപ്പച്ചന് എൻ്റെ മക്കളെല്ലാം അമേരിക്കയിലേക്ക് കുടിയേറി വന്നു. പലരും ഞങ്ങളുടെ ചർച്ചിലെ മെമ്പേഴ്സായിരുന്നു. ആ സമയത്ത് ആ അപ്പച്ചനുമായിട്ട് ഞാൻ പകൽ സമയങ്ങളിൽ എനിക്ക് ഫ്രീ ആയിട്ടുള്ള സമയത്ത് ഞാൻ പോയി പല കാര്യങ്ങൾ അതോട് സംസാരിക്കുമായിരുന്നു. അപ്പോൾ ഒരു ദിവസം ഞങ്ങളിങ്ങനെ സംസാരിക്കുമ്പോൾ ഞാൻ അപ്പച്ചനോട് ചോദിച്ചു, അപ്പച്ച, നമ്മുടെ സാറപ്പച്ചനൊക്കെ അമേരിക്കയിൽ വന്നപ്പോൾ അവർ കണ്ടിട്ടുള്ളതാണല്ലോ, അമേരിക്കയിലെ പെന്തക്കോസ്തുകാർ ആഭരണം ധരിക്കുന്ന ഒരു പാവമാണെന്ന് പഠിപ്പിക്കുന്നില്ല. അമേരിക്കൻ പെന്തക്കോസ്ത് സഭകളിൽ ആഭരണം ധരിക്കുന്നവരുണ്ട്, ഇന്ന് വേണ്ടവർക്ക് ധരിക്കാം. അപ്പോൾ ആ ഒരു നിലപാടോട് അദ്ദേഹം കണ്ടിട്ടും തിരിച്ച് കേരളത്തിൽ വന്ന് എന്തുകൊണ്ട് ആണ് ആഭരണം ധരിക്കുന്നത് തെറ്റാണ് എന്ന് പഠിപ്പിച്ചത് എന്തുകൊണ്ടാണ് എന്ന് ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു മറുപടി, സനുമോനെ, ഒരിക്കൽ ഞാൻ ഈ കാര്യം, എന്നെ സനുമോൻ എന്നാണ് വിളിച്ചത്, സനുമോനെ ഞാനൊരു കാര്യം അപ്പച്ചനോട് ഒരിക്കൽ കാര്യം ചോദിച്ചു. അപ്പച്ചൻ അമേരിക്കയിലൊക്കെ പോയി കണ്ടു, അമേരിക്കയിൽ നിന്ന് വരുന്ന മിഷണറിമാരുടെ കയ്യിൽ വിവാഹമോതിരമൊക്കെ ഉണ്ട്. അപ്പോൾ അപ്പച്ചൻ ഇതൊക്കെ കണ്ടിട്ടുള്ളതാണല്ലോ, എന്നിട്ട് ഇന്ന് നമ്മൾ എന്തുകൊണ്ട് ആഭരണം ധരിക്കുന്നത് തെറ്റാണെന്ന് പഠിപ്പിക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം കൊടുത്ത മറുപടി, ഉണ്ണിക്കുഞ്ഞെ, ഈ പശയ്യമ്മനെ വീട്ടിൽ വിളിക്കുന്നവർ ഉണ്ണിക്കുഞ്ഞെന്നായിരുന്നു, ഉണ്ണിക്കുഞ്ഞെ, ബ്രദറുകാർ പോലും ഇന്ത്യയിൽ ആഭരണം ധരിക്കരുതെന്ന് പഠിപ്പിക്കുമ്പോൾ നമ്മൾ അതിനെക്കാട്ടിൽ പിന്നിലോട്ട് എങ്ങനെയാണ് പോകുന്നത് എന്നാണ് അദ്ദേഹം കൊടുത്ത മറുപടി എന്ന് ഈ അപ്പച്ചനോട് വ്യക്തമായിട്ട് പറഞ്ഞത് ഞാൻ ഇന്നും നല്ലവണ്ണം ഓർക്കുന്നു. അപ്പോൾ ആദ്യ സമയങ്ങളിൽ ആഭരണം ധരിക്കുന്നത് തെറ്റാണെന്നും ആഭരണം ധരിക്കുന്നത് വിഗ്രഹാരാധനയുടെ ഭാഗമാണെന്നും ആഭരണം ഉപേക്ഷിക്കണമെന്നും പഠിപ്പിച്ചിരുന്നു എന്നുള്ളത് ശരിയാണ്. എങ്കിൽ പോലും ക്രമേണ നമ്മുടെ പിതാക്കന്മാരെല്ലാവരും ആ കാര്യം മനസ്സിലാക്കിയിരുന്ന ഒരു ഉപദേശമല്ല, ഇത് ഉപദേശപരമായിട്ട് നമുക്ക് സ്ഥാപിക്കാൻ ഒക്കുന്ന ഒരു വിഷയമല്ല എന്ന് അവർ മനസ്സിലാക്കിയിരുന്നു. അതുപോലെ അന്ന് ഇവിടെ ന്യൂയോർക്കിലുണ്ടായിരുന്ന ഒരു ദൈവത്തിൻ്റെ ദാസൻ പാസ്റ്റർ KV കുര്യൻ, അദ്ദേഹമായിട്ട് അനേക വിഷയങ്ങൾ തിയോളജിക്കൽ നല്ലവണ്ണം വചനം അറിയാവുന്ന ഒരു ദൈവദാസനായിരുന്നു. അദ്ദേഹമായിട്ട് അനേക വിഷയങ്ങൾ, ബൈബിളിലെ വിഷയങ്ങൾ ചർച്ച ചെയ്യുമായിരുന്നു ഞാൻ മിനിസ്റ്ററിലേക്ക് വന്ന സമയങ്ങളിൽ. ആ സമയങ്ങളിൽ ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞൊരു വിഷയം, പുതിയ നിയമത്തിൽ സണ്ണി, നമ്മളെ പുതിയ നിയമത്തിൽ നിന്ന് ഉദ്ധരിക്കുന്ന വാക്യം പത്രോസിൻ്റെ ലേഖനത്തിലെ വാക്യമാണ്, നിങ്ങളുടെ ആഭരണം പൊന്ന്, വെള്ളി, വിലയേറിയ വസ്ത്രം, അലങ്കരിച്ച മുടി തുടങ്ങിയവയല്ല.
എന്ന് പറയുമല്ലോ. ആ, അതാണല്ലോ നമ്മൾ ഉപയോഗിക്കുന്ന വാക്യം. എന്നാൽ അതിൽ പൊന്ന് വെള്ളി മാത്രം നമ്മൾ ഉപയോഗിച്ചിട്ട് എന്തുകൊണ്ട് നമ്മൾ വിലയേറിയ വസ്ത്രത്തെക്കുറിച്ചും തലമുടി മിന്നുന്നതിനെക്കുറിച്ചും ആഡംബര ജീവിതത്തെക്കുറിച്ചും നമ്മൾ പറയുന്നില്ല എന്ന് അദ്ദേഹം എന്നോട് ചോദിച്ച് ഞാൻ ഇന്നും ഓർക്കുന്നു. അതുകൊണ്ട് ഇത് അപ്പോസ്തലനായ പത്രോസ് എളിയ ജീവിതത്തെക്കുറിച്ചാണ് പഠിപ്പിക്കുന്നത്, അല്ലാതെ ആഭരണം ധരിക്കുന്നത് പാപമാണെന്ന് പഠിപ്പിച്ചില്ല എന്ന് അദ്ദേഹം പറഞ്ഞ് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഇനിയും ചരിത്രീയ പശ്ചാത്തലത്തിലേക്ക് ഇറങ്ങി ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയട്ടെ. പഴയമത്തോടുള്ള ബന്ധത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഇസ്രായേൽ മക്കളോട് പുറപ്പാട് പുസ്തകത്തിൽ വെച്ച് മോശ നിങ്ങളുടെ ആഭരണം എല്ലാം ഊരുവിൻ, ദൈവസമയം യഥാർത്ഥമായിട്ട് നിങ്ങൾ മനസ്താപപ്പെടുന്നെങ്കിൽ നിങ്ങളുടെ ആഭരണം എല്ലാം ഊരി വെക്കാൻ പറഞ്ഞതിൻ്റെ കാരണം ഞാൻ പറഞ്ഞു. മിസ്രൈമിൽ കൊടുത്ത ആഭരണങ്ങളാണ് അവർ ധരിച്ചിരുന്നത്. മിസ്രൈമി ആഭരണങ്ങളെല്ലാം അവരുടെ ദൈവങ്ങളെ പുകഴ്ത്തിക്കൊണ്ട് ദൈവങ്ങളെ രൂപങ്ങളെ കുത്തിവെച്ച ആഭരണങ്ങളോ അല്ലെങ്കിൽ കഴുത്തിടുന്ന മാലകളാണെങ്കിൽ പാമ്പിൻ്റെ രൂപത്തിലുള്ള മാലകളോ ആയിരുന്നു. ഒരറ്റം തലയും ഒരറ്റം വാലുമായിട്ട് വരുന്ന രൂപത്തിലാണ് അവർ മാല ഉണ്ടാക്കിയിരുന്നത്. അതുകൊണ്ടൊക്കെയാണ് അവരത് ഊരി വെക്കണമെന്ന് മോശ പറഞ്ഞത് ഞാൻ പറഞ്ഞു. പിന്നീട് പഴയതും നമ്മൾ പഠിക്കുമ്പോൾ പലയിടങ്ങളിൽ വെച്ചും ആഭരണത്തിനെതിരായിട്ടുള്ള പ്രസ്താവന നമ്മൾ കാണുന്നുണ്ട്. പ്രത്യേകിച്ചും പ്രവചന പുസ്തകങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അതെല്ലാം ഇസ്രായേൽ മക്കളുടെ ധിക്കാരത്തിനെതിരായിട്ടും ഇസ്രായേൽ മക്കളുടെ ആഡംബര ജീവിതത്തിനെതിരായിട്ടും ഇസ്രായേൽ മക്കൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നതിനെതിരായിട്ടുള്ള സംസാരമാണ് എന്ന് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. അപ്പോൾ അവർ ആഭരണം ഊരി വെക്കാൻ അവരോട് പറഞ്ഞതെല്ലാം അവരുടെ മനസ്താപത്തിൻ്റെ ഭാഗമായിട്ടാണ്, അല്ലെങ്കിൽ അവരുടെ അനുതാപ കാലത്തിൻ്റെ ഭാഗമായിട്ടാണ് ആഭരണം ഊരി വെക്കാൻ പറഞ്ഞത് എന്ന് നമുക്ക് കാണാം. അല്ലാതെ ആഭരണം എന്നേക്കുമായിട്ട് ഉപേക്ഷിക്കണമെന്നുള്ളൊരു പഠിപ്പിക്കുക പഴയമത്തിലെങ്ങും ഇല്ല. ഇനി നമ്മൾ പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ 3 കാര്യങ്ങൾ ഞാനിവിടെ വളരെ കാണിക്കാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, സ്നാനവും ആഭരണവുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? കേരളത്തിലെ പെന്തക്കോസ്തുകാർ പാരമ്പര്യമായിട്ട് പഠിപ്പിച്ചിരുന്നത് ആഭരണം ഊരി വെച്ചെങ്കിൽ മാത്രമേ സ്നാനപ്പെടുത്തുകയുള്ളൂ ആയിരുന്നല്ലോ. അതിന് ചരിത്രപരമായിട്ടോ ബൈബിളുമായിട്ടോ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്നുള്ളതാണ് സത്യം. കാരണം ചില നാളുകൾക്ക് മുമ്പ് നിങ്ങൾ എന്തിന് സ്നാനപ്പെടണം എന്ന് ഉള്ള തലക്കെട്ടോടുകൂടെ ഞാനൊരു ബുക്ക്ലെറ്റ് എഴുതി. ആ ബുക്ക്ലെറ്റിൻ്റെ ഒരു കോപ്പി നിങ്ങളെ കാണിക്കാൻ ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാനിവിടെ ഫ്രീ ആയിട്ട് ആൾ കൊടുക്കുന്നൊരു ബുക്ക്ലെറ്റാണ്. ആ ബുക്ക്ലെറ്റ് എഴുതാൻ വേണ്ടി ഞാൻ സ്നാനം എന്ന വിഷയത്തെക്കുറിച്ച് ദീർഘമായിട്ട് പഠിച്ചപ്പോൾ മനസ്സിലാക്കിയ ഒരു സംഗതി, അനേകം നൂറ്റാണ്ടുകളിലേക്ക് സ്നാനപ്പെടുന്ന വ്യക്തികൾ ആഭരണം ഊരി വെക്കണം എന്ന് തന്നെയായിരുന്നു സഭയുടെ പഠിപ്പീര്. അത് ആഭരണം ഊരാൻ വേണ്ടി ഉള്ള പഠിപ്പിക്കല്ലായിരുന്നു. പിന്നെയോ യഥാർത്ഥ അനുതാപത്തിലേക്ക് വന്ന് അവർ യഥാർത്ഥമായിട്ടും ചിന്തിച്ച് തീരുമാനമെടുത്ത് ക്രിസ്തുവിനെ പിൻപറ്റുവാൻ തക്കവണ്ണമുള്ള താല്പര്യത്തോടുകൂടെ, ക്രിസ്തുവിനെ പിൻപറ്റുവാൻ തക്കവണ്ണമുള്ള ഉറപ്പോടുകൂടെയാണ് അവർ സ്നാനജലത്തിലേക്ക് ഇറങ്ങുന്നത് എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയായിരുന്നു. അനേക ദൈവദാസന്മാരെ കുറിച്ച് ഞാൻ വായിച്ചത്, അവർ സ്നാനപ്പെടുന്നതിന് മുമ്പേ സ്നാനപ്പെടുത്തുന്ന ആളും സ്നാനപ്പെടുന്ന വ്യക്തികളും സ്നാന ശുശ്രൂഷയ്ക്ക് മുമ്പ് ദിവസങ്ങൾ ഉപവാസത്തിൽ സമയങ്ങൾ ചെലവഴിക്കുകയായിരുന്നു. ആ ദിവസങ്ങളിൽ അവർ പൂർണ്ണമായിട്ടും തങ്ങളെ തന്നെ ദൈവസ്ഥലിൽ നിന്ന് പരിശോധിച്ച് തങ്ങളുടെ ജീവിതത്തിലുള്ള സകല പാപങ്ങളെ ഏറ്റുപറഞ്ഞ് അനുതാപ ഹൃദയത്തോടുകൂടിയാണ് സ്നാനജലത്തിലേക്ക് വന്നിരുന്നത്. ആ സമയത്ത് അതിൻ്റെ ഭാഗമായിട്ട് അവർ ആഭരണം ഊരി വെക്കുമായിരുന്നു. ഇന്നും ലോകത്തിലെ അനേക കൾച്ചറുകളിൽ അതുണ്ട്. സ്നാന സമയത്ത് സ്നാനപ്പെടുന്നതിന് മുമ്പായിട്ട് സ്നാനാർത്ഥികൾ ആഭരണങ്ങൾ ഊരി വെക്കുന്ന രീതികളുണ്ട്. അപ്പോൾ എന്നാൽ അത് പിന്നീട് ധരിക്കുന്നതിൽ നിന്നും സഭകൾ അവരെ വിലക്കുന്നില്ല. സ്നാനപ്പെട്ട ശേഷം അവർ മടങ്ങി വന്നതിന് ശേഷം അവർ ദിവസം മുമ്പോട്ട് പോകുമ്പോൾ ആഭരണങ്ങൾ തുടർന്നും അവർ ധരിക്കുന്നുമുണ്ട്. ഇതാണ് സ്നാനത്തോടുള്ള ബന്ധത്തിൽ ചാരിത്രികമായിട്ട് ക്രൈസ്തവ സഭയിൽ നമ്മൾ കണ്ടത്. എന്നാൽ അനാബാപ്റ്റിസ്റ്റുകളുടെ കാലം തൊട്ട് ഇങ്ങോട്ട് ആഭരണത്തിന് വിരുദ്ധമായി യഥാർത്ഥമായ ഒരു ദൈവവേദന, യഥാർത്ഥമായി ലോകത്തോട് വേർപെട്ട ഒരു ദൈവവേദന ആഭരണം ധരിക്കാൻ്റെ ആവശ്യമില്ല. അതും ഒരു ലളിയ ജീവിതത്തിൻ്റെ ഭാഗമായിട്ടാണ് അവർ പഠിപ്പിച്ചത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. അത് ബാപ്റ്റിസ്റ്റുകളിൽ നിന്നും പിന്നീട് അത് ഹോളിനെസ് ഗ്രൂപ്പുകാർ അത് ഏറ്റെടുത്തു. ഹോളിനെസ് ഗ്രൂപ്പുകാരുടെ കാലത്താണ് ഈ ആഭരണ വർജനം ഒരു വലിയ വിഷയമായിട്ട് വന്നത്. അതിനെക്കുറിച്ച് ഞാൻ തൊട്ട് പിന്നാലെ പറയാം. ഇപ്പോൾ ഹോളിനെസ് ഗ്രൂപ്പിൽ നിന്നാണ് അമേരിക്കയിൽ പെന്തക്കോസ്റ്റ് പ്രസ്ഥാനം ഉടലെടുത്തത്. കേരളത്തിലാണെങ്കിൽ ബ്രദർ ആൻഡ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് പെന്തക്കോസ്റ്റ് പ്രസ്ഥാനം ഉടലെടുത്തത്. ബ്രദർ ആൻഡ് ബാക്ക്ഗ്രൗണ്ടുകാരുടെ മുൻഗാമികൾ എന്ന് പറയുന്നത് അനാബാപ്റ്റിസ്റ്റുകളായിരുന്നു. അപ്പോൾ അനാബാപ്റ്റിസ്റ്റുകളുടെ കാലം തൊട്ട്
തുടങ്ങിയ ആഭരണവർജനം എന്ന വിഷയമാണ് പിന്നീട് അത് പ്രധാന സഭ കേരളത്തിലെ പെന്തക്കോസ്ത് സഭകളിലേക്കും കടന്നു വന്നത്. അതുപോലെ തന്നെ പാശ്ചാത്യ ലോകത്ത് നമ്മൾ നോക്കിയാൽ അനബാപ്റ്റിസ്റ്റുകളിൽ നിന്നും ആണ് ഹോളിനെസ് മൂവ്മെൻറ്റുകളുടെ മുൻഗാമിയായിട്ട് അവർ തീർന്നു. അപ്പോൾ ഹോളിനെസ് മൂവ്മെൻറ്റിൽ നിന്നാണ് പെന്തക്കോസ്ത് മൂവ്മെൻറ്റ് പാശ്ചാത്യ ലോകത്തുണ്ടായത്. അപ്പോൾ ആ അനബാപ്റ്റിസ്റ്റ് തുടങ്ങി പഠിപ്പിക്കുക ഹോളിനെസ് മൂവ്മെൻറ്റ് വഴി പെന്തക്കോസ്തിലേക്ക് കടന്നു വന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ പെന്തക്കോസ്തിൻ്റെ ആരംഭകാല ആളുകൾ ആരും തന്നെ ആഭരണം ധരിച്ചിരുന്നില്ല എന്നുള്ളതാണ് സത്യം. അവർ അങ്ങനെ പഠിപ്പിക്കുകയും ചെയ്തു. അത് യോഗത്തിൽ നിന്നുള്ള വേർപാടിൻ്റെ ഒരു ഭാഗമായിട്ട് അവർ അത് പഠിപ്പിക്കുകയും അത് പ്രൊമോട്ട് ചെയ്യുകയും ചെയ്തുകൊണ്ടിരുന്നു. എന്നാൽ പിന്നീട് അവർ മനസ്സിലാക്കി, ദൈവവചനം വ്യക്തമായിട്ട് പഠിച്ചപ്പോൾ അവർ മനസ്സിലാക്കി ഇതൊരു ഉപദേശ വിഷയമല്ല, ഇതൊരു ലൈഫ് സ്റ്റൈൽ ഇഷ്യൂ ആണ്. ദിസ് ഈസ് നോട്ട് എ ഡോക്ട്രിനൽ ഇഷ്യൂ, ദിസ് ഈസ് എ ലൈഫ് സ്റ്റൈൽ ഇഷ്യൂ. അപ്പോൾ ഡോക്ട്രിനൽ ഇഷ്യൂ എല്ലാവരും ഫോളോ ചെയ്യണം എന്ന് നമുക്ക് നിർബന്ധമായിട്ട് പഠിപ്പിക്കണം. എന്നാൽ ലൈഫ് സ്റ്റൈൽ ഇഷ്യൂ പൂർണ്ണമായിട്ടും പിന്തുടർന്ന് ആരെയും അടിച്ചേൽപ്പിക്കാൻ നമുക്ക് അവകാശമില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് പാശ്ചാത്യ ലോകത്ത് പെന്തക്കോസ്തുകാർ അവരുടെ നിലപാടിൽ വ്യത്യാസം വരുത്തിയത്. അതുകൊണ്ട് ഇന്ന് ആഭരണം ധരിക്കാൻ എന്നുള്ളവർക്ക് ഇന്ന് ആഭരണം ധരിക്കാം. എന്നാൽ ഞാനൊരു കാര്യം കൂടെ പറയട്ടെ. ഈ പെന്തക്കോസ്ത് മിഷണറിമാരും ഇന്ത്യയിൽ വന്ന്, കേരളത്തിൽ വന്ന് നമ്മുടെ ദൈവമക്കളെ ആഭരണം ധരിക്കരുതെന്ന് പഠിപ്പിച്ചു. അതും പെന്തക്കോസ്ത് പ്രസ്ഥാനത്തിൻ്റെ ആരംഭ സമയങ്ങളിൽ ആഭരണത്തിന് വിരുദ്ധമായിട്ട് സംസാരിച്ചതിൻ്റെ ഒരു പ്രധാന കാരണമായിട്ട് മാറി. എന്നാൽ കേരളത്തിൽ നിന്ന് ബൈബിൾ കോളേജിൽ പഠിക്കാനും മറ്റുമായിട്ട് ഈ മിഷണറിമാരുടെ നാട്ടിലേക്ക് വന്നപ്പോഴേക്കും ഇവിടുത്തെ പെന്തക്കോസ്തുകാർ അവരുടെ നിലപാടുകൾ മാറ്റിയിരുന്നു എന്നുള്ളതാണ് സത്യം. എന്നാൽ കേരളത്തിലെ പഠിപ്പിക്കലുകൾ തന്നെ നമ്മുടെ മലയാളികളായ ആളുകൾ തുടർന്നു പോന്നു, ഇന്നും അത് തുടർന്നു പോരുന്നു. അപ്പോൾ ആഭരണവും സ്നാനവും തമ്മിലുള്ള ബന്ധം ഇതാണ്. ഇനിയും രണ്ടാമത് പെന്തക്കോസ്തുകാരുടെ ഇടയ്ക്കുള്ള ഒരു രീതിയാണ് ആഭരണം ധരിച്ചവർക്ക് തിരുവത്താഴം കൊടുക്കുകയില്ല. ഇന്നും പലപ്പോഴും ആളുകൾ ചോദിക്കുന്നൊരു ചോദ്യമാണ്, നിങ്ങളുടെ സഭയിൽ ആഭരണം ധരിച്ചവർക്ക് തിരുവത്താഴം കൊടുക്കുമോ? എവിടെ നിന്ന് ആ ചിന്താഗതി കടന്നു വന്നു എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ പഠിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കിയത്, ആ ചിന്താഗതി കടന്നു വന്നത് ഹോളിനെസ് മൂവ്മെൻറ്റിൽ നിന്നാണ്. വാസ്തവത്തിൽ ആഭരണം ധരിച്ചവർക്ക് തിരുവത്താഴം കൊടുക്കരുത് എന്ന് ആദ്യമായിട്ട് പഠിപ്പിച്ച വ്യക്തി ജോൺ വെസ്ലിയാണ്. ജോൺ വെസ്ലി ആയിരുന്നല്ലോ ഹോളിനെസ് മൂവ്മെൻറ്റിലെ ഏറ്റവും ശക്തനായ ഭർത്താവ്. പിന്നീട് അദ്ദേഹം മെതോഡിസ്റ്റ് സഭയുടെ സ്ഥാപകനായിട്ട് മാറി. ജോൺ വെസ്ലിയുടെ കുടിവരകളിൽ വലിയ ഉണർവ് അമേരിക്കയിലും ഇംഗ്ലണ്ടിലും ഒക്കെ ഉണ്ടായി. ആ സമയത്ത് ജോൺ വെസ്ലി ആഭരണധാരണത്തിന് വിരുദ്ധമായി വളരെ ശക്തമായിട്ട് സംസാരിച്ച വ്യക്തിയാണ്. വ്യക്തമായി സംസാരിച്ചെന്ന് മാത്രമല്ല, ആഭരണം ധരിച്ചവർക്ക് തിരുവത്താഴം കൊടുക്കാൻ പാടില്ല എന്ന ആദ്യമായൊരു നിയമം ഉണ്ടാക്കിയത് ജോൺ വെസ്ലിയാണ്. ഞാൻ വായിച്ചത് അതിനെക്കുറിച്ച് എന്തെന്ന് ചോദിച്ചാൽ, തിരുവത്താഴം നടത്തുന്ന ഞായറാഴ്ചകളിൽ വരുന്നവരെ നോക്കാൻ വേണ്ടി വാതിക്കൽ ജോൺ വെസ്ലി വോളണ്ടിയർമാരെ നിർത്തിയിരുന്നു. അതിൽ ആഭരണം ധരിച്ചവരെ ഒരു സൈഡിലേക്കും ആഭരണം ധരിച്ചവരെ വേറൊരു സൈഡിലേക്കും വിട്ടിട്ട് ആഭരണം ധരിക്കാത്തവരിയ്ക്കുന്ന സൈഡിൽ മാത്രമേ താൻ തിരുവത്താഴം കൊടുക്കുകയുള്ളായിരുന്നു. അത്ര ശക്തമായിട്ട് അതിനെതിരായിട്ട് സംസാരിച്ച വ്യക്തിയാണ്. എന്നാൽ അന്ന് ജോൺ വെസ്ലിക്ക് വിശ്വാസ സ്നാനം എന്ന ദർശനം ലഭിച്ചിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ പിന്നെ ജോൺ വെസ്ലിയുടെ ഗ്രൂപ്പിൽ ഈ ഹോളിനെസ് എന്നുള്ള പഠിപ്പിക്കുക ഒരു എക്സ്ട്രീമായിട്ട് മാറിയിട്ട് ഇതിൽ ആരാണ് ഹോളി, ആരാണ് അൺഹോളി, ആരാണ് വിശുദ്ധൻ, ആരാണ് വിശുദ്ധനല്ലാത്ത വ്യക്തി എന്നുള്ളതിനെക്കുറിച്ച് ആ ഗ്രൂപ്പിൽ തന്നെ വാദപ്രതിവാദങ്ങളുണ്ടായി, പല സ്പ്ലിൻഡർ ഉണ്ടായി, പല ഗ്രൂപ്പുകളുണ്ടായി ആയിട്ട് മാറി. ഇവൻച്വലി അത് മെത്തഡിസ്റ്റ് ചർച്ചായിട്ട് മാറി. ഇന്ന് അവരങ്ങനെ ഒരു വിഷയം പോലും പഠിപ്പിക്കുന്ന പോലും ഇല്ല, അങ്ങനെ വിഷയത്തെ തൊടുക പോലും ഇല്ല. ഇതാണ് തിരുവത്താഴവും ആഭരണധാരണവും തമ്മിലുള്ള ബന്ധം. മൂന്നാമതായിട്ട് ലൈഫ് സ്റ്റൈലും ആഭരണധാരണവും തമ്മിലുള്ള ബന്ധം ഞാൻ പറയാം. വാസ്തവത്തിൽ അവിടെയാണ് ആഭരണധാരണത്തിന് വിരുദ്ധമായിട്ട് നമുക്ക് എന്തെങ്കിലും പറയാൻ ഒക്കുമെങ്കിൽ പറയാൻ കിടക്കുന്നത്. കാരണം പ്രത്യേകിച്ചും ഭാരതീയരെ സംബന്ധിച്ചോളം സ്വർണ്ണത്തോട് വലിയ ഭ്രമമാണ്. ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ പലയിടത്തും കേട്ടതുപോലെ വലിയ ഭ്രമമാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ സ്വർണം വാരിക്കൂട്ടി വെച്ചേക്കുന്നത് ഇന്ത്യയിലാണ്. ഇന്ത്യക്കാര് സ്വർണം ആഭരണമായിട്ട് മാത്രമല്ല, പക്ഷെങ്കിൽ അതൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടുകൂടെയാണ് കാണുന്നുള്ള സത്യമാണ്. അമേരിക്കയിൽ തന്നെയുള്ള
എൻ്റെ പല മലയാളി സുഹൃത്തുക്കളോട് ഞാൻ സംസാരിക്കുമ്പോൾ അവരെന്നോട് പറയാറുണ്ട്, സമയം കിട്ടുമ്പോൾ ഞങ്ങൾ ഓരോ പവൻ വീതം ഇങ്ങനെ വാങ്ങിച്ചു വെക്കും, അത് പെങ്കൊച്ചുങ്ങളുടെ കല്യാണ സമയത്തൊക്കെ വേണ്ടിയുള്ള ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ് എന്ന് പറയാറുണ്ട്. എന്നാലും പ്രത്യേകിച്ച് നമ്മുടെ കല്യാണ സമയങ്ങളിലൊക്കെ നമ്മൾ നോക്കിയാൽ മുട്ടറ്റം വരെയും വളയിട്ടുകൊണ്ട് നടക്കുന്നവർ എന്നത് ഇന്ത്യക്കാർ മാത്രമേ ഉള്ളൂ. കഴുത്തിൽ മൂന്നും നാലും സ്വർണ്ണമാലകൾ അണിയുന്നവർ മലയാളികൾ മാത്രമേ ഉള്ളൂ. മറ്റു രാജ്യത്തുള്ളവരൊക്കെ ആഭരണം ധരിക്കുക എന്ന് പറഞ്ഞാലും ചെറിയ നൂല് പോലെയുള്ള ഒരു ആഭരണം വല്ലതും ധരിക്കുകയോ, അല്ലെങ്കിൽ പേളുകൊണ്ട് മുത്തുകൊണ്ടുള്ള ഒരു മാല ധരിക്കുകയോ, അല്ലെങ്കിൽ മുത്തുകൊണ്ടുള്ള ഒരു കമ്മലിടുകയോ പറ്റി ചെയ്യാറുള്ളൂ. എന്നാൽ ഈ സ്വർണ്ണഭ്രമം നമ്മുടെ നാട്ടുകാർക്ക് മാത്രമേ ഉള്ളൂ. അത് ആഡംബര ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ഇന്നും ജീവനോടിരിക്കുന്ന IPCയിലെ തന്നെ ഒരു മുതിർന്ന ദൈവത്തിൻ്റെ ദാസനോട് ഒരിക്കൽ ഞാൻ ഇതേ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത്, സണ്ണി, നമ്മൾ പെന്തക്കോസുകാരെ ഇന്ന് ആഭരണം ഇട്ടുകൊള്ളൂ എന്ന് അനുവദിച്ചാൽ അവർ ഇത്രയും നാള് ആഭരണം ഇടാതിരുന്നതിൻ്റെ കേട് തീർത്ത് എല്ലാ ദിവസവും മുട്ടറ്റം വരെ വളയിട്ടുകൊണ്ട് നടക്കും. ഏറ്റവും കൂടുതൽ ആഭരണധാരണികൾ പെന്തക്കോസുകാരായിരിക്കും. അതുകൊണ്ട് നമ്മുടെ ആ സ്റ്റാൻഡിൽ നമുക്ക് വ്യത്യാസം വരുത്താൻ ഒക്കത്തില്ല എന്ന് ആണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. അത് ഞാൻ ഓർക്കുന്നു, അതിനോട് ഞാൻ സമ്മതിക്കുന്നു. കാരണം ദൈവത്തിൻ്റെ വചനം വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മളൊരു എളിയ ജീവിതം നയിക്കണം എന്നുള്ളതാണ്. ആ എളിയ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ആഭരണധാരണം വേണ്ട, അത് ആഭരണം ഒരു ആഡംബരമാണ്, ആ ആഡംബരം എനിക്ക് വേണ്ട എന്ന് ആരെങ്കിലും തീരുമാനിക്കുന്നെങ്കിൽ അത് 100% നല്ല കാര്യമാണ്. എന്നാൽ അങ്ങനെ തീരുമാനിക്കുന്നവർ മറ്റ് കാര്യങ്ങളിലും അതേ ലളിത ജീവിതം കാണിക്കണം. അടുത്ത സമയത്ത് ഒരു ദൈവദാസനോട് പറഞ്ഞ ഒരു വിഷയം, അതിവിടെ ഏതോ ഒരു ഫോറത്തിൽ ആരോ അത് പറഞ്ഞു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതെന്തെന്ന് ചോദിച്ചാൽ, കോട്ടയത്ത് ഉള്ള ഒരു IPC സഭയിൽ വടക്കേ ഇന്ത്യയിൽ നിന്നും മടങ്ങി വന്ന് കോട്ടയത്ത് താമസമാക്കിയ ഒരു കുടുംബത്തിലെ പെൺകുട്ടി സ്വർണം കൊണ്ടുള്ള കമ്മലിട്ടു എന്ന് പറഞ്ഞ് വലിയ വിഷയമായി. ആ കുട്ടിക്ക് തിരുവത്താഴം കൊടുക്കാനൊക്കത്തില്ല, അത് സഭയിൽ വലിയ വിഷയമായി. മാറിയ ഉടനെ ആ പിതാവ് വളരെ ബുദ്ധിപൂർവ്വം ആ വിഷയം കൈകാര്യം ചെയ്തിട്ട് പറഞ്ഞു, നിങ്ങൾ വിഷമിക്കേണ്ട, ഞാനത് കൈകാര്യം ചെയ്തുകൊള്ളാം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പോയി ഒരു തട്ടാൻ്റെ അരികിൽ ചെന്ന് ആ കമ്മൽ ഊരി കൊടുത്ത് ആ കമ്മലിൻ്റെ സ്വർണം ഉപയോഗിച്ച് വേണമെങ്കിൽ അതിൻ്റെ കൂടെ അല്പം കൂടെ ആഡ് ചെയ്തിട്ട് അദ്ദേഹം ആ കമ്മലിൻ്റെ സ്വർണം ഒരു വാച്ചിൻ്റെ ചെയിനാക്കി മാറ്റി അതേ ചെയിനായിട്ട് ധരിച്ചുകൊണ്ട് ആ പെൺകുട്ടി പിറ്റേ ആഴ്ച മുതൽ അതേ സഭയിൽ വന്നപ്പോൾ തിരുവത്താഴം കൊടുക്കാൻ ആർക്കും ഒരു പ്രയാസമില്ലായിരുന്നു. അപ്പം നോക്കണം, ലളിത ജീവിതമല്ല വിഷയമായിട്ട് അവിടെ തീർന്നത്. അപ്പോഴേക്കും അതൊരു ലീഗലിസ്റ്റിക് പോയിന്റ് മാറി. ബാക്കിയുള്ളിടത്തെല്ലാം ആഡംബരമാകാം, വീടുകൾക്ക് ആഡംബരമാകാം, വസ്ത്രധാരണത്തിൽ ആഡംബരമാകാം, കാറുകളിൽ ആഡംബരമാകാം, വാച്ചിൽ ആഡംബരമാകാം. എന്നാൽ അതൊന്നും തെറ്റല്ല. ഈ കാതിലൊരു കമ്മലോ എന്നുള്ള വിഷയം കൊണ്ടാണ്, വിഗ്രഹാരാധന എന്നുള്ള വിഷയം കൊണ്ടാണ്. പക്ഷെ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞല്ലോ, ഇന്ന് നമ്മുടെ ജനങ്ങൾ ധരിക്കുന്ന രീതിയിലുള്ള ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു വെഡിങ് റിങ്ങിനെ നിങ്ങളൊക്കെ അറിയാതെ, ഇറ്റ്സ് എ പ്ലെയിൻ റിങ്. അപ്പോൾ പ്ലെയിൻ ആയിട്ടുള്ള ഒരു റിങ് വിഗ്രഹാരാധന എന്ന് പറയുവാൻ ബൈബിളിൽ യാതൊരു സൂചനയുമില്ല. കഴുത്തിലിടുന്ന ചെറിയൊരു ഒരു ചെയിന് വിഗ്രഹാരാധനയാണെന്ന് പറയുവാൻ, അതിൻ്റെ അറ്റത്തൊരു ഹാർട്ടിൻ്റെ ഷേപ്പിൽ ഒരു പെൻഡന്റ് തൂക്കിയിട്ടാൽ അത് വിഗ്രഹാരാധനയാണെന്ന് പറയുവാൻ ബൈബിളിൽ യാതൊരു സൂചനയുമില്ല. എന്നാൽ ഒരു റിലീജിയസ് സിമ്പലുകൾ അതിലിടുമ്പോൾ അതെടുത്ത് മുത്തം കൊടുക്കുമ്പോൾ അതിനെ വിഗ്രഹാരാധനയാകമായിട്ട് മാറ്റുമ്പോൾ ചെയ്യുമ്പോൾ അത് വിഗ്രഹാരാധനയുടെ ഭാഗമായിട്ട് മാറി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതുകൊണ്ട് ഈ വിഷയം വളരെ ബുദ്ധിപൂർവ്വം നമ്മൾ കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണ്. ഇതൊരു ഉപദേശ വിഷയമല്ല, ഇതൊരു ലൈഫ് സ്റ്റൈൽ ഇഷ്യൂ ആണ്. ലൈഫ് സ്റ്റൈൽ ഇഷ്യൂ ആയതുകൊണ്ട് ഇത് ആരുടെയും മേൽ പിടിച്ചേൽപ്പിക്കാൻ നമുക്ക് അവകാശമില്ല. കേരളം വിട്ടുകഴിഞ്ഞാൽ IPCയിൽ തന്നെ വടക്കേ ഇന്ത്യയിലെ സഭകളിലെല്ലാം ആഭരണം ഇട്ടവർക്കാണ് നമ്മൾ തിരുവത്താഴം കൊടുക്കുന്നത്. കാരണം ഞാൻ പറഞ്ഞല്ലോ, മനസ്താപത്തിൻ്റെ സമയത്താണ് ആഭരണം ഊരിവെക്കുന്നത്. അനേക കൾച്ചറുകളിലും വടക്കേ ഇന്ത്യയിലെ പല കക്ഷികളിലും ആഭരണം ഊരിവെക്കുന്നത്, സ്ത്രീകൾ ആഭരണം ഊരിവെക്കുന്ന ഒരു വിധവമാരായി തീരുമ്പോഴാണ്. ഇപ്പോൾ ആഭരണം ധരിക്കാത്ത ഒരാൾ സഭയിൽ വന്നാൽ അതിൻ്റെ അർത്ഥം അവർ വിധവയാണെന്നാണ്. ഒറ്റ നോട്ടത്തിന് വിധവയെ നമുക്ക് കണ്ടെത്താം. അപ്പോൾ അതുകൊണ്ട് അവിടെ നിന്ന് ആഭരണം ഊരി വെക്കണമെന്ന് പറയാൻ പോലും സാധ്യമല്ല. ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്താൻ, സമയം മുമ്പോട്ട് പോകുന്നല്ലോ. അമേരിക്കയിലുള്ള
എൻ്റെ തലമുറയിൽപ്പെട്ട പെന്തക്കോസുകാരും എന്നെക്കാട്ടിൽ ഇളയ തലമുറയിൽപ്പെട്ട പെന്തക്കോസുകാരും നാട്ടിൽ നിന്നും ഒരു ഭൂരിഭാഗം പേരും ഇന്നും ആഭരണം ധരിക്കുന്നില്ല. നാട്ടുപിതാക്കന്മാർ പഠിപ്പിച്ച പഠിപ്പിക്കൽ തന്നെ മുമ്പോട്ട് പോകുന്നു. എന്നാൽ ഇവിടെ വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾക്ക് വലിയൊരു വിഷയമുണ്ട്. കാരണം അവർ കാണുന്ന പെന്തക്കോസുകാരായ അമേരിക്കൻ പെന്തക്കോസ് ചർച്ചുകളിൽ പോകുന്ന ആളുകളെല്ലാം ആഭരണം ധരിക്കുന്നുണ്ട്. അതിനെക്കാട്ടും വലിയൊരു വിഷയമായിട്ട് അവർക്ക് മാറിയത് ജോയ്സ് മായർ ഒരു ടെലിവിഷനിൽ വരാൻ തുടങ്ങിയപ്പോഴാണ്. ഭാരതത്തിലുള്ളവരും കേരളത്തിലുള്ളവരും സ്നേഹിക്കുകയും വാച്ച് ചെയ്യുകയും ചെയ്യുന്ന ഒരാളാണല്ലോ ജോയ്സ് മായർ. അപ്പോൾ ജോയ്സ് മായർ ഒരു പെന്തക്കോസ് വനിതയാണെന്ന് സമ്മതിച്ചുകൊണ്ട് അവർ ടെലിവിഷനിൽ വന്ന് പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ ഇവിടെ അമേരിക്കയിൽ വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾ ശ്രദ്ധിച്ചൊരു സംഗതി എന്താണെന്ന് ചോദിച്ചാൽ, അവർ നീല ഡ്രസ്സ് ഇടുകയാണെങ്കിൽ നീല കമ്മല്, നീലമാല, പച്ച ഡ്രസ്സ് ഇടുകയാണെങ്കിൽ പച്ചക്കമ്മല്, പച്ചമാല, ഒരു ദിവസം സ്വർണ്ണമാല ഇടുന്നു, ഒരു ദിവസം മുത്തുമാല ഇടുന്നു, ഒരു ദിവസം വജ്രമാല ഇടുന്നു. ഇങ്ങനെ ഇട്ടുകൊണ്ട് വരുന്ന ഈ സ്ത്രീയെ സ്വീകരിക്കാൻ നമുക്ക് ആർക്കും പ്രയാസമില്ല. അപ്പോൾ അന്ന് കുഞ്ഞുങ്ങളെല്ലാം ചോദിച്ചൊരു ചോദ്യം, എന്തുകൊണ്ട് ഈ സ്ത്രീയെ പെന്തക്കോസ്തുകാരിയായ ഈ സ്ത്രീയെ ഇത്രയും ആഭരണങ്ങൾ മാറി മാറി ഇട്ടുകൊണ്ട് ടെലിവിഷനിൽ വന്ന് പ്രസംഗിച്ചിട്ട് നല്ല പ്രസംഗം അവരെ നന്നായി ദൈവം ഉപയോഗിക്കുന്നു പറഞ്ഞ് നമ്മളവരെ എൻകറേജ് ചെയ്യുകയും അവരെക്കുറിച്ച് പോസിറ്റീവായിട്ട് സംസാരിക്കുകയും ചെയ്തിട്ട് മലയാളി പെന്തക്കോസ് ചർച്ചിലെ ഒരു കുഞ്ഞ് ഒരു വിവാഹമോചനം ഇട്ടാൽ അവനെ സഭയിൽ നിന്ന് പുറത്താക്കാൻ പോലും എന്തുകൊണ്ട് നമ്മൾ തയ്യാറാകുന്നു? അത് വലിയൊരു വിഷയമായിട്ട് മാറി. അതാണ് ഇളം തലമുറയുടെ ചിന്താഗതിയിൽ വലിയ മാറ്റം വരുത്തിയ വിഷയം. ഏറ്റവും കൂടുതൽ മാറ്റം വരുത്തിയ വ്യക്തി ജോയ്സ് മായർ ആണ് എന്ന് പറയാൻ എനിക്ക് യാതൊരു മടിയുമില്ല. ഇനിയും ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്താം. എളിയ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ആഭരണം മാറ്റി വെക്കുന്നെങ്കിൽ യാതൊരു തെറ്റുമില്ല. നിങ്ങൾക്ക് അത്ഭുതപ്പെടുന്ന ഒരു കാര്യം ഞാൻ പറയാം. ഇന്നും ആഭരണം ധരിക്കാത്ത പെന്തക്കോസുകാരും അമേരിക്കയിലുണ്ട്. 2 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ശുശ്രൂഷിക്കുന്ന എൻ്റെ സഭയിലേക്ക് വെള്ളക്കാരനായ ഒരു ദൈവദാസനെ മറ്റൊരാൾ റെക്കമെൻഡ് ചെയ്തതനുസരിച്ച് ഞങ്ങൾ ക്ഷണിക്കുകയുണ്ടായി. അദ്ദേഹം വന്നപ്പോൾ ഞാൻ ശ്രദ്ധിച്ചു, അദ്ദേഹത്തിൻ്റെ കയ്യിൽ വിവാഹമോതിരമില്ല, അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ കയ്യിൽ വിവാഹമോതിരമില്ല, ഭാര്യ ആഭരണം ധരിച്ചിട്ടില്ല. അപ്പോൾ ആദ്യത്തെ ദിവസത്തെ മീറ്റിംഗ് കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ ഡിന്നർ കഴിക്കുമ്പോൾ ഞാൻ ആ ദൈവത്തിൻ്റെ ദാസനോട് ചോദിച്ചു, ആഭരണം ധരിക്കാത്ത പെന്തക്കോസുകാർ ഇന്നും അമേരിക്കയിലുണ്ടോ? നിങ്ങളെ കണ്ടിട്ട് എനിക്ക് വലിയ അത്ഭുതം തോന്നുന്നല്ലോ, അങ്ങനെയുള്ളവരെയല്ലല്ലോ ഞങ്ങൾ സാധാരണ ടെലിവിഷനും മറ്റും കാണാറുള്ളത് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത്, ഉണ്ട് പാസ്റ്ററെ, ഇന്നും ഉണ്ട്. അദ്ദേഹം എന്നിട്ട് എന്നെ ഒരു കോൺഫറൻസിന് ക്ഷണിച്ചു. ഞാൻ പോകാൻ എനിക്ക് സാധിച്ചില്ല. അദ്ദേഹം എന്നോട് പറഞ്ഞു, 100-ലധികം സഭകൾ ഇങ്ങനെയുള്ള ഇതേ ഉപദേശത്തിനെ പിടിച്ചു നിൽക്കുന്നവർ വെള്ളക്കാരുടെ ഇടയിൽ തന്നെ ഉണ്ട്. ഞങ്ങൾക്ക് വർഷത്തിലൊരിക്കൽ കോൺഫറൻസ് ടെന്നസിയിൽ വെച്ചുണ്ട്. അത് പാസ്റ്റർ വരുന്നെങ്കിൽ വാ, ഞാൻ റെക്കമെൻഡ് ചെയ്യാം, പാസ്റ്ററുടെ കാര്യം ഞാൻ ടേക്ക് കെയർ ചെയ്യാം എന്നെല്ലാം പറഞ്ഞെങ്കിൽ എനിക്കിതുവരെ പോകാൻ സാധിച്ചില്ല. പോകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, അടുത്ത വർഷം പോകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത്, അങ്ങനെ ജീവിക്കുന്നവരിന്നുമുണ്ട്. പക്ഷേങ്കിൽ അതൊരു ലൈഫ് സ്റ്റൈൽ ഇഷ്യൂ ആണെന്ന് നമ്മൾ സ്വീകരിക്കണം. നമ്മൾ ആരെയും പിടിച്ചേൽപ്പിക്കാൻ പോകല്ല. ആരെങ്കിലും ആഭരണം ധരിക്കുന്നെങ്കിൽ അത് അവർ 2ാം ക്ലാസ് പെന്തക്കോസുകാരാണെന്ന് ചിന്തിക്കല്ല, 2ാം ക്ലാസ് ദൈവമക്കളാണെന്ന് ചിന്തിക്കല്ല. ഇനി അൾട്ടിമേറ്റായിട്ട് എനിക്ക് പറയാനുള്ളൊരു പോയിന്റോടെ ഞാൻ പറയാം. ഞാനൊരു പെന്തക്കോസിലെ പാസ്റ്ററാണെന്ന് ഉള്ള തികഞ്ഞ ബോധത്തോടു കൂടെ തന്നെ ഞാൻ പറയുന്നു,